വളാഞ്ചേരിയിലെ മൊബൈൽ മോഷ്ടാവിനെ കുടുക്കാൻ സഹായിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളികൾ. പോലീസിനും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും നന്ദി പറഞ്ഞ് വളാഞ്ചേരിയിലെ വ്യാപാരികൾ രംഗത്തെത്തി. കെട്ടിടങ്ങൾക്ക് മുകളിൽ തമ്പടിച്ചിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സൂക്ഷിക്കണമെന്ന് കെട്ടിട ഉടമകളോടും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. വളാഞ്ചേരിയിൽ മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയായ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം വലയിലാക്കിയത് വളാഞ്ചേരി പോലീസിന്റെ തൊപ്പിയിൽ പൊൻതൂവലായിരിക്കുകയാണ്. പോലീസിന്റെ കാര്യക്ഷമമായ ഇടപെടലും ആത്മാർത്ഥതയും ഉള്ളതുകൊണ്ടാണ് പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ സഹായകരമായതെന്ന് വ്യാപാരി നേതാക്കൾ പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് അവർക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മോഷ്ടാവിനെ കാട്ടിത്തന്നത്. എല്ലാവരും കുറ്റം പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും നല്ലവരുണ്ടെന്നും വ്യാപാരി നേതാക്കൾ അഭിനന്ദിച്ചു. ഇന്ന് അതിരാവിലെ ഒരു മൊബൈൽ കടയിൽ, നമ്മൾ പെരിന്തൽമണ്ണ റോഡിലുള്ള മൊബൈൽ കടയിലാണ് ഇത്തരത്തിലുള്ള ഒരു മോഷണം ഉണ്ടായത്. അപ്പോൾ ഈ വിവരം അറിഞ്ഞ ഉടനെ സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഭാരവാഹികളൊക്കെ അവിടെ എത്തി. ജനറൽ സെക്രട്ടറി അതേപോലെ തന്നെ ഭാരവാഹികളെത്തി. പോലീസുമായി ബന്ധപ്പെട്ട് നമ്മളെ SHO സാറിനെ വിളിച്ചു. അദ്ദേഹം വളരെ പെട്ടെന്ന് സ്ഥലത്തെത്തി വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ച് ഏറ്റവും പെട്ടെന്ന് അന്വേഷണം പ്രതികളിലേക്ക് എത്താൻ സഹായിച്ചത് കൃത്യമായ സമയോചിതമായ പോലീസിൻ്റെ ഒരു ഇടപെടലാണ് എന്ന് പറയാതിരിക്കാനാവില്ല. അതോടൊപ്പം തന്നെ നമ്മളെ ഈ മോഷണം നടത്തിയത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്, അതിഥി തൊഴിലാളികളാണെന്ന് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകളുണ്ട്. ഒരു 1-2% മോശപ്പെട്ട ആളാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നല്ല ആളുകളാണ്. അവരെ വലിയ ഒരു സഹായം ഇന്ന് ഈ ക്രൈം തെളിയിക്കാൻ പോലീസിനും നമ്മൾക്കും ലഭ്യമായിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട 2-3 ആളുകൾ കട്ടക്ക് നമ്മളെ തുടക്കം മുതൽ ഇവനാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മളെ കൂടെ നിന്ന് അവരെ നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. വളാഞ്ചേരി ടൗണിൽ കെട്ടിടങ്ങൾക്ക് മുകളിൽ അനിയന്ത്രിതമായി തമ്പടിച്ചിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസിനെ അറിയിക്കാൻ കെട്ടിട ഉടമകളോട് വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു. പരാതി നൽകിയപ്പോൾ തന്നെ അന്വേഷണം നടത്തിയ പോലീസിന്റെ ആത്മാർത്ഥതയെയും സ്വന്തം കൂട്ടത്തിലെ മോഷ്ടാവിനെ കാട്ടിത്തന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സത്യസന്ധതയെയും വ്യാപാരികളും മോഷണം നടന്ന കടയുടമയും അഭിനന്ദിച്ചു. ഇന്ന് കാലത്ത് ഒരു ഏകദേശം 5-5:30 മണിക്കാണ് അൻവറിനെ വിളിക്കുന്നത്. ഇങ്ങനെ ഷോപ്പിൽ ആരോ കുത്തി തുറന്ന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ നിമിഷം തന്നെ ഞാനവിടെ എത്തി പ്രസിഡൻറ്റിനെ വിളിച്ചു. മൊത്തത്തിൽ ഞങ്ങൾ എല്ലാവരും അവിടെ ഒക്കെ തിരഞ്ഞു. പക്ഷേ വലിയ ഒരു നഷ്ടമൊക്കെ സംഭവിച്ചു. എന്നാൽ എന്താ സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബംഗാളി സുഹൃത്ത് ഞങ്ങൾ ഈ ഫോട്ടോ ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവനാണ് പറഞ്ഞത് ആളറിയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചങ്ങമ്പള്ളി റോട്ടിലൊക്കെ പോയി പരതി എല്ലായിടത്തും ഒട്ടുമിക്ക ബിൽഡിങ്ങിലും ഞങ്ങൾ കയറി. അവസാനമാണ് ടൗണിലെ ബിൽഡിങ്ങിൽ കയറി. നമ്മൊരു ചെറിയ നിഗമനത്തിൽ കുറേ ആളുകൾക്ക് അവരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒന്നടങ്കം അവർ പറഞ്ഞു ഇവനാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അവനവിടെ തടഞ്ഞു വെച്ച് നമ്മൾ നേരെ CIനെ അറിയിച്ചു. ഏതായാലും വളാഞ്ചേരി പോലീസ് അത് വളരെ വലിയ സൗകര്യത്തോടു കൂടി അവർ ആത്മാർത്ഥമായിട്ട് അത് ഏറ്റെടുത്ത് അവർ വന്ന് അത് വളരെ പെട്ടെന്ന് അത് തെളിയിക്കാനുള്ളൊരു സൗകര്യം അവർ ചെയ്തെന്നു, പിടിച്ചു. ഏതായാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്ലിയറാണ്. ഏതായാലും പ്രത്യേകം നമ്മൾ വളാഞ്ചേരി CI വിനോദ് സാറിനെയും ആ ടീമിനെ പ്രത്യേകം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമ്മൾ 5:30-ക്കാണ് ഇത് ഏകദേശം അറിഞ്ഞത്. ആ ടൈമിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു. പിന്നെ ഇവർ പിന്നെ മണിയാക്കി വരും പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ പോലും വിചാരിച്ചിട്ടില്ല അത്രയും സപ്പോർട്ടിൽ അവർ പിടിച്ചു തന്ന്. CCTV വെച്ചുകൊണ്ടാണ് അതെ, CCTV ഉള്ളതുകൊണ്ടാണ് ഈ ബായിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയത്. തിരിച്ചറിയാൻ പറ്റിയോണ്ട് ഇതുവരെ റൂം കണ്ടു. ഇവരെ ഒപ്പമുള്ള ആളെന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. ഈ റൂമുണ്ട് കാണിച്ചു തന്നു ബായിമാരെന്നെ. അടിക്കടിയുണ്ടാകുന്ന മോഷണങ്ങൾക്ക് തടയിടാനും തെളിവ് സഹിതം പിടികൂടാനും വ്യാപാരികളും സഹകരിക്കണം. സ്വന്തം സ്ഥാപനങ്ങളിൽ രാത്രി ക്യാമറ ഓഫ് ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഒരു ക്യാമറ റോഡിലേക്ക് ഫോക്കസ് ചെയ്ത് വെക്കണമെന്നും വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യും, KSFയിൽ ഒരു ചിട്ടി ചേരും. KSF? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSFയുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്കും മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.